പുറത്താക്കിയത് തന്നെ. അതുകൊണ്ട് ഈ ഓരോരാൾ തരുന്ന കത്തിനനുസരിച്ചിട്ടാണോ കൈ നിലപാട് സ്വീകരിക്കുക? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ പിന്നെ ഞങ്ങൾക്ക് എന്താ ബാധ്യത? സുരേഷ് പറയുന്നത് അദ്ദേഹത്തിനൊപ്പം പുറത്താക്കിയ ആളുകളൊക്കെ തിരിച്ചെടുത്തു. അത് ചിലപ്പോൾ തിരിച്ചെടുത്തിട്ടുണ്ടാവും. പുറത്താക്കി എല്ലാവരെയും ഒരേപോലെ പുറത്താക്കലല്ലോ. എല്ലാം മെറിറ്റ് അനുസരിച്ചിട്ടാണ് നിലപാട് സ്വീകരിക്കുന്നത്. അതാ ചോദിച്ചത്. ഒരാളോടും വെറുപ്പില്ല. വ്യക്തിപരമായിട്ട് വെറുപ്പല്ലല്ലോ സംഘടനാപരമായ തീരുമാനം. നിങ്ങൾക്കിത് മനസ്സിലാക്കാതെ ഏത് പത്ര മാതൃഭൂമി തീരെ മനസ്സിലാവില്ല. ഉറപ്പല്ലേ? ഞങ്ങൾ എല്ലാവരും ചേർത്ത് പിടിക്കുകയാണ്. ചേർത്ത് പിടിക്കുന്നയാൾ കോൺഗ്രസിനൊപ്പം പോകുന്ന ചേർത്ത് പിടിക്കുമോ ആരെങ്കിലും? എങ്ങനെ കാണാൻ? ഒറ്റ വോട്ടും മാറൂല, ഒരു വോട്ടും മാറൂല. പക്ഷെ സുരേഷ് മാത്രമല്ല, ഇപ്പൊ ഇടത് മനസ്സിലുള്ള ജയൻ ചേർത്തല പോലുള്ള ആളുകൾ ഇപ്പൊ കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന് ആയിക്കോട്ടെ. അങ്ങനെ നിങ്ങൾ അങ്ങനെ ഒരു ഭാഗത്ത് മാറ്റമല്ലോ മാത്രം. ഞാൻ ഇപ്പോൾ രാവിലത്തെ പ്രഭാത യോഗത്തിൽ പോയപ്പോൾ നൂറുകണക്കിന് ആളുകളുമായി വന്ന കോൺഗ്രസ് നേതാവ് എന്നോട് പറഞ്ഞല്ലോ ഞാൻ നിങ്ങളെ പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണെന്ന്. അത്ര മുമ്പ് തന്നെ ചേർന്നിട്ടുണ്ട്. ഒരുപാട് ആൾ വരുന്നുണ്ട്. അതിലൊന്നും അന്തം വിട്ടുപോകണ്ട. ആരെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് വിട്ടുപോവുകയോ അല്ലെങ്കിൽ നടപടിക്ക് വിധേയമായിട്ട് പുറത്തു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞങ്ങളാണെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് വിട്ടുനിൽക്കുന്നവരെ മുഴുവൻ പാർട്ടിയുമായിട്ട് സഹകരിച്ച് കൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് തീരെ തെറ്റായ പ്രവണതയാണ്, തെറ്റായ രീതിയാണ്. അതൊന്നും ശരിയല്ല. ഭരണം തുടർച്ചയായി വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തോട് ആകുന്നുണ്ടോ? അദ്ദേഹം ഞങ്ങൾ പാർട്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവരൊന്നും പാർട്ടി മെമ്പർമാരോ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരൊന്നും അല്ലല്ലോ. ഞങ്ങൾ പല ആളുകളെയും പൊതുവായ വേദിയിൽ സഹകരിപ്പിക്കാറുണ്ട്. പാർട്ടി മെമ്പർഷിപ്പ് നോക്കിയിട്ടൊന്നുമല്ല. പാർട്ടി മെമ്പർഷിപ്പൊന്നും ഇല്ലാതെ വരെ തന്നെ ഞങ്ങൾ പല വേദിയിലും സഹകരിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പല സ്ഥാനങ്ങളും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്ന എന്തെങ്കിലും പ്രശ്നം വെച്ച് ചിലർ ഞങ്ങളുമായിട്ട് പിണങ്ങുന്നുണ്ട്. പിണങ്ങുന്നവരെ പരമാവധി പണക്ക് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. പിണങ്ങിയേ പോകുന്നുള്ളൂ, പറഞ്ഞാൽ അവരങ്ങ് പോകും. അതിൽ വേറെ നോക്കിയിട്ടൊന്നും വലിയ കാര്യമില്ല. അത്ര കണ്ടാൽ മതി. നിങ്ങൾക്കല്ലേ ഏത് പത്ര നിങ്ങൾ ചോദ്യം ചോദിക്കാൻ അറിയയില്ല. ഏത് പത്ര? ജനം. പിന്നെ ജനം ഇതിനപ്പുറം വരെ പറഞ്ഞിട്ട് കാര്യം അറിയില്ല. കടകംപള്ളി സൂര്യൻ ഞാൻ വീട്ടിലുണ്ടായിരുന്നു. കടകംപള്ളി സൂര്യൻ അവിടെ പോയി എന്നോട് ചോദിച്ചിരുന്ന കാര്യം നിങ്ങളാരും പോയിട്ടുണ്ട് എന്നാടാ? അതാ കാര്യം. ആയിരുന്നല്ലേ? അറിയില്ല, അതിൻ്റെ അറിയില്ല. മണിശങ്കർ അയ്യർ രമേശ് ചെന്നിത്തല മാത്രമല്ല, ഇനി പിടി സതീശനും വേറെ കളവെന്ന് പറയും. ഇന്നത്തെ നാളെ ഇപ്പോൾ പത്രസമ്മേളനം ഇല്ലാതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. ഓരോ ദിവസവും ഓരോ കളവല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കളവ് നാളെ മണിശങ്കർ അയ്യറുമായി ബന്ധപ്പെട്ട് പറയും. മണിശങ്കർ അയ്യർ എന്താ പരിഹരിച്ചത്? കോൺഗ്രസ് അല്ല പറഞ്ഞോ? അതെ, അദ്ദേഹം പറഞ്ഞത് ഗാന്ധി കണ്ട സ്വപ്നം നടപ്പിലാക്കുന്നതിന് നേതൃത്വം കൊടുത്തത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്, പിണറായി വിജയനാണ്. അതുകൊണ്ട് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് തുടരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പറഞ്ഞത് ഇവിടെ പറഞ്ഞു നടക്കുന്ന ഈ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും പറഞ്ഞു നടക്കുന്നതിന് കണക്ക് വിരുദ്ധമായിട്ടാണ്. ഇവിടെ ഒരു പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം പോലും അവർക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. എല്ലാ വികസനത്തിനും എതിരാണ്. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു വികസന പ്രവർത്തനവും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ലോകത്തിലെ ഒരേ ഒരു പ്രതിപക്ഷം കേരളത്തിലേ ഉള്ളൂ. എന്നിട്ട് എല്ലാ വികസന പ്രവർത്തനവും കേരളത്തിൽ അതിശക്തിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ ജാഥയിൽ പറയാൻ പറ്റുന്നില്ല. വികസനം എന്ന് പറയുന്ന പദയെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരെത്തി. അവരുടെ പ്രസംഗത്തിൽ മുഴുവൻ എല്ലാം വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലല്ലാതെ ഒരൊറ്റ ക്രിയാത്മകമായ നിർദ്ദേശവും അവർക്ക് മുന്നോട്ടേക്ക് പോകാനില്ല. അതാണ് ഇന്ന് കോൺഗ്രസിൻ്റെ അവസ്ഥ. ദയനീയമായ ചിത്രമാണ്. വലിയൊരു സംഖ്യ 300 കോടി രൂപ
കുടിശ്ശികയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഇതിൻ്റെ 1344 കോടി 1344 കോടി. അതെ. അപ്പൊ ആ കുടിശ്ശികയേക്കാൾ വലിയ തുക സപ്ലൈകോയ്ക്ക് സംസ്ഥാന സർക്കാർ കുടിശ്ശിക വരുത്തിക്കുന്നെന്ന് പറയും. ഇല്ല, സപ്ലൈകോ ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ. ഇപ്പം അടുത്ത പ്രാവശ്യം കൊടുത്തല്ലോ, കണക്ക് വന്നില്ല ഓർമ്മത്തേക്ക്. പക്ഷെ എല്ലാ വർഷവും ഈ നെല്ല് കൊയ്ത്തുണ്ടാകും 2 വട്ടം. പക്ഷെ എല്ലാ വർഷവും ഈ രണ്ട് കൊയ്ത്ത് കഴിയുമ്പോഴാണ് നെല്ല് സമരത്തെ ചർച്ച. അല്ല, അതൊക്കെ മാറ്റിയല്ലോ ഇപ്പോൾ. ഇപ്രാവശ്യം എല്ലാം മാറി. എല്ലാ സഹകരണ സംഘങ്ങളായും ബാക്കി അവർ വാങ്ങാനും കൊടുക്കാനും എല്ലാ സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞു. ഒരു പ്രശ്നമില്ല, ഒരു സംവിധാനവുമില്ല. അതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ 6.31 ഉറുപ്പിക ഒരു കിലോ നെല്ലിന് കൊടുക്കാൻ പാടില്ല എന്ന് വന്നിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട്. അതിനെപ്പറ്റി നിങ്ങൾക്കൊന്നും ഒരു ആശങ്കയുമില്ല. 6.13 ഉറുപ്പിക നമ്മൾ ബോണസായി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കേരളത്തിൽ. അങ്ങനെ ഒരു ബോണസ് കൊടുക്കാൻ പാടില്ല എന്നാണ്. എന്നിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ പറഞ്ഞാൽ, നിങ്ങൾ നെല്ല് ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ധാന്യ ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായിട്ടും ഒന്നും ചിലവാക്കാൻ പാടില്ല. കാരണം നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഇഷ്ടം പോലെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇത് ഉൽപ്പാദിപ്പിച്ചതുകൊണ്ട് മാത്രമല്ല, അമേരിക്കയിൽ നിന്ന് കയറ്റുമതിയും ഇറക്കുമതിയും സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇവിടെ 0% തീരുവയാണ് ഏത് ഇറക്കുമതി ചെയ്യാൻ. നമ്മൾ അങ്ങോട്ട് അയക്കുന്നതിന് 18% കൊടുക്കുകയും വേണം. ഇവിടെ 0%. മുമ്പ് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞപ്പോൾ കയറ്റുമതിയും ഇറക്കുമതിയും ചുങ്കം അധികം ഉണ്ടാകാൻ പാടില്ല എന്നാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് ആദ്യം 0 ആയിരുന്നു അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ. അത് പിന്നെ 3 പിന്നെ അത് ഇപ്രാവശ്യം നേരത്തെ 25 പിന്നെ 50 അങ്ങനെ വർദ്ധിപ്പിക്കുകയായിരുന്നു ട്രംപ് ചെയ്തത്. അതിപ്പോൾ അങ്ങോട്ട് നമ്മൾ അയക്കുന്നതിന് കൂടുതൽ ചുങ്കം കൊടുക്കണം, ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ചുങ്കം അവസാനിപ്പിച്ചു. 0 ആണെന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാർഷിക ഉൽപ്പന്നങ്ങൾ മുഴുവൻ അമേരിക്കയിൽ നിന്ന് കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും മുഴുവൻ വരും. ആ വരുന്നത് വലിയ അപകടകരമായ രീതിയായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കൃഷിക്കാർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പാടില്ല, ഖജനാവിന് ഒരു ബാധ്യത ഉണ്ടാക്കാൻ പാടില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് കത്ത് എഴുതിയിരിക്കുകയാണ് കേരള ഗവൺമെൻറ്റിന്. ഇതാണ് സ്ഥിതി. വന്യമൃഗ ശല്യം പരിഹരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണത് പൂർണ്ണമായിട്ടും വകുപ്പ്. അതിൽ കേരള ഗവൺമെൻറ് കൃത്യമായിട്ടൊരു പ്രൊജക്റ്റ് തയ്യാറാക്കിയിട്ട് ഏതാണ്ട് 2000 കോടിയോളം ഉറുപ്പിക നമുക്ക് ഏറ്റവും കൂടുതൽ വനപ്രദേശങ്ങളുണ്ട് കേരളത്തിന്. വനം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം കേരളമാണ്, അധികരിച്ച് വന്നിട്ടുള്ള വിസ്തൃതി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അതിർത്തി മുഴുവൻ ഈ വന്യമൃഗങ്ങളെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നതിന് വേണ്ടി സംസ്ഥാനം മാത്രം വിചാരിച്ചാൽ സാധിക്കുന്നതല്ല. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് വനാതിർത്തിയുണ്ട്. അത് ഒരു ജില്ല മാത്രമാണ് വനാതിർത്തി ഇല്ലാത്തത്. അത് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ആലപ്പുഴയാണ്. ബാക്കി എല്ലാവർക്കും വനാതിർത്തിയുണ്ട്. അപ്പോൾ ഈ അതിർത്തിയിൽ വലിയ പ്രശ്നമാണ് വരുന്നത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ ഇടപെടൽ കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടു മാത്രമേ സാധിക്കുകയുള്ളൂ. ആ സഹായം അവർ തരുന്നില്ല.